ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നതിലെ ഗുഡ് വിൽ ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ, നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിന് കൂടുതൽ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എപ്പോഴൊക്കെയാണ് ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ മാത്തമാറ്റിക്കലി വാല്യൂ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ, അതുപോലെ ഗുഡ് വിൽ വാല്യുവേഷൻ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് വിൽ ഓഫ് എ ഫേം. ഗുഡ് വിൽ is the value of the reputation of a firm in respect of the profits expected in future over and above normal profits. നോർമലായി ഒരു ഫേമിന് ലഭിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ അധികമായി ഭാവിയിൽ ആ ഫേമിന് എത്ര രൂപയാണോ പ്രോഫിറ്റ് നോർമൽ ലഭിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ അധികമായി ലഭിക്കാൻ സാധ്യതയുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ നിർണ്ണയിക്കാം. It is the reputation, good name and reputation of a firm in respect of the profits expected in future over and above normal profits എന്നാണ്. അതായത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ എത്ര പ്രോഫിറ്റാണോ ഭാവിയിൽ ഈ ഫേമിൻ്റെ ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതിൻ്റെ എമൗണ്ട് മാത്തമാറ്റിക്കലി നിർണ്ണയിച്ചാൽ അതാണ് ആ ഫേമിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുക. സോ വൺസ് അഗൈൻ, ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട്സ് ഓഫ് പ്രോഫിറ്റ്സ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് അബോവ് നോർമൽ പ്രോഫിറ്റ്സ്. എല്ലായ്പ്പോഴും ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഗുഡ് വിൽ ഇല്ല എന്ന് തന്നെ പറയാം. All the calculation of goodwill, all mathematical calculation of goodwill depends upon profit. And it is defined as the present value of firm's anticipated excess earnings. Present value of firm's anticipated excess earnings എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അധികമായി ലഭിക്കാൻ സാധ്യതയുള്ള, കൂടുതലായി ലഭിക്കാൻ സാധ്യതയുള്ള പ്രോഫിറ്റിൻ്റെ ആൻറ്റിസിപ്പേഷൻ നടത്തിയാൽ ആ എമൗണ്ടിനെയാണ് ഗുഡ് വിൽ എന്ന് പറയുക. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ. അടുത്ത വർഷം അധികമായി ലഭിക്കാൻ, ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ അടുത്ത വർഷം എത്ര പ്രോഫിറ്റാണ് അധികമായി ലഭിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെ അധികമായി പ്രോഫിറ്റ് ലഭിക്കുന്നുവെങ്കിൽ ഫേമിന് ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം, അതായത് ഗുഡ് വിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അനദർ ഡെഫിനിഷൻ, ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറ്റാച്ച്ഡ് ടു ദ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. മറ്റൊരു ഡെഫിനിഷനാണ് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറ്റാച്ച്ഡ് ടു ദ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് വരും വർഷങ്ങളിൽ കൂടുതൽ പ്രോഫിറ്റ് നേടാൻ, ഇപ്പോഴത്തെ പ്രോഫിറ്റിനേക്കാൾ വ്യത്യസ്തമായി കൂടുതൽ പ്രോഫിറ്റ്, ഹയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നേടാനുള്ള സാധ്യത, അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, അതിന് ഇൻഡസ്ട്രി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ശരാശരി ലാഭം എത്ര ശതമാനമാണോ ആ പെർസെൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുക. ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറ്റാച്ച്ഡ് ടു ദ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്, അതിനെ ഗുഡ് വിൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഡെഫിനിഷനോട് നൽകിയിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിച്ചു വയ്ക്കാം. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേംസ് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ്. ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നർത്ഥം. വരും വർഷം കൂടുതലായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്താൽ അതാണ് ഗുഡ് വിൽ എന്ന് പറയാം. ഓക്കെ. The excess profit earned over and above what other firms are earning is called super profit. ഇപ്പോൾ ഈ ബിസിനസ് യൂണിറ്റ്, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ് യൂണിറ്റ് എന്താണോ അതേ തരം ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ സ്ഥാപനം എത്രയാണോ പ്രോഫിറ്റ് അധികമായി നേടുന്നത്, അങ്ങനെ അധികമായി നേടുന്ന പ്രോഫിറ്റിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയാം. Thus goodwill really arises only if a firm is able to earn super profit. ഇപ്പോൾ ഒരു ഫേമിന് ഗുഡ് വിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിനുണ്ടാകുന്നുവെങ്കിൽ, നോർമലായിട്ട് ഇതേ ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഈ സ്ഥാപനം നേടുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫേമിന് ഗുഡ് വിൽ എന്ന് പറയാൻ കഴിയുക. അല്ലെങ്കിൽ ആ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഗുഡ് വിൽ എന്ന് പറയാം. ആ സ്ഥാപനത്തിന് ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അതിന് കൂടുതൽ കസ്റ്റമേഴ്സും കൂടുതൽ സെയിൽസും കൂടുതൽ പ്രോഫിറ്റും ഉണ്ടാകുന്നത്. സോ ദ എക്സസ് പ്രോഫിറ്റ് ഏൺഡ് ഓവർ ആൻഡ് അബോവ് വാട്ട് അതർ ഫേംസ് ആർ ഏണിംഗ് ഈസ് കോൾഡ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഈ സൂപ്പർ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. പല മെത്തേഡ്സിലും നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ലാണ്. അതിലൊരു മെത്തേഡ് തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് ഗുഡ് വിൽ തന്നെയാണ്.
അടുത്തൊരു മെത്തേഡിലും സൂപ്പർ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. എ ഫേം ദാറ്റ് മേക്സ് നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻകറിംഗ് ലോസസ് ഹാസ് നോ ഗുഡ് വിൽ. ഒരു ഫേമിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അതിന് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ഗുഡ് വിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഗുഡ് വില്ലിൻ്റെ മറ്റ് പ്രത്യേകതകൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ആൻഡ് ഇൻവിസിബിൾ അസറ്റ്. നമുക്ക് കാണാനും സ്പർശിക്കാനും തൊടാനും ഒന്നും പറ്റില്ല. പക്ഷേ അത് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ അത് ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ല. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഫിക്ഷൻ ഒന്നാണ് എന്ന് മാത്രമാണ്. അതായത് സങ്കല്പത്തിൽ മാത്രം അസറ്റായി നിലനിൽക്കുന്നു. ആക്ച്വലി അങ്ങനെ റിയൽ അസറ്റ് ഇല്ല, റിയൽ വാല്യൂ ഇല്ല. പക്ഷേ ഗുഡ് വില്ലിന് വാല്യൂ ഉണ്ട്. ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റഡ്. ഗുഡ് വില്ലിൻ്റെ വാല്യൂ മാത്തമാറ്റിക്കലി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമെന്നർത്ഥം. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ നിർണ്ണയിക്കുന്ന, സ്വാധീനിക്കുന്ന, അത് കൂടുതൽ ഗുഡ് വിൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ആർ. ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ അത് കൂടാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആ ഫേമിൻ്റെ ബിസിനസ് യൂണിറ്റിൻ്റെ ലൊക്കേഷൻ. എ ഫേവറബിൾ ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ് യൂണിറ്റ്. കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ബിസിനസ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഫേമിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകാനും, കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാകാനും, കൂടുതൽ സെയിൽസ് ഉണ്ടാകാനും, അതുവഴിയായിട്ട് കൂടുതൽ പ്രോഫിറ്റും ഗുഡ് വില്ലും ഉണ്ടാകാനുള്ള സാധ്യത. സെക്കൻഡ്, നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ഫേം സ്ഥിരമായി ഡീൽ ചെയ്യുന്നത് സ്റ്റേബിൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾ ഡീൽ ചെയ്യുന്ന ബിസിനസ് യൂണിറ്റിന് സ്ഥിരമായിട്ടുള്ള സെയിൽസ് ഉണ്ടാവും, റെഗുലർ സെയിൽസ് ഉണ്ടാവും. റെഗുലർ സെയിൽസ് വിൽ ഇൻക്രീസ് പ്രോഫിറ്റ്, ദെൻ ഓൾസോ ഗുഡ് വിൽ. ദെൻ എഫിഷ്യൻസി ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് ഹൈ ഇൻറ്റഗ്രിറ്റിയും എഫിഷ്യൻസിയുമുള്ള വ്യക്തികളാണ്, മാനേജേഴ്സാണ് അല്ലെങ്കിൽ ഓണേഴ്സ് ആണെങ്കിൽ അവിടെ അത്തരം സ്ഥാപനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമതയുണ്ടാവും, എഫിഷ്യൻസി ഉണ്ടാവും, കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കൂടുതൽ പ്രൊഡക്ഷൻ, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഈസ് അനദർ ഫാക്ടർ അഫക്റ്റിംഗ് ഗുഡ് വിൽ ഓഫ് എ ഫേം. ദെൻ ടൈം ഫാക്ടർ. സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് പ്രോഫിറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എ ഫേം റണ്ണിങ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, ഇൻകറിംഗ് പ്രോഫിറ്റ്സ് ഓർ ഗെറ്റിംഗ് പ്രോഫിറ്റ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടിന്യൂസ്ലി. അത്തരം സ്ഥാപനങ്ങൾക്ക്, സ്ഥിരമായി പ്രോഫിറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടും പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുഡ് വിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടൈം ഫാക്ടർ ഈസ് അനദർ ഫാക്ടർ അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം. ദെൻ മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റിലെ ചില മൊണോപ്പൊളി കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, ഇതും ഫേമിനെ ഗുഡ് വിൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക. അപ്പോൾ മാർക്കറ്റിലെ ചില പ്രത്യേകമായ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കാരണങ്ങൾ, ഇതും ഫേമിന് ഗുഡ് വില്ലും അതുപോലെ തന്നെ സെയിൽസ് വാല്യൂ ഉണ്ടാകാനും, കൂടുതൽ ടേൺ ഓവർ ഉണ്ടാകാനും, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകാനും, ഗുഡ് വിൽ ഉണ്ടാകാനും സഹായിക്കുന്ന ഘടകമാണ്. ആൻഡ് ലാസ്റ്റ്ലി സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ലൈസൻസ്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള ഫേമാണെങ്കിൽ, ആ തരത്തിലുള്ള സ്പെഷ്യൽ പെർമിഷൻസ് അല്ലെങ്കിൽ പെർമിറ്റുകളോ ലൈസൻസുകളോ സമ്പാദിച്ചിരിക്കുന്ന ഉള്ള ഫേമാണെങ്കിൽ, ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ അവർക്കും കൂടുതൽ സെയിൽസും അതുപോലെ കൂടുതൽ പ്രോഫിറ്റും ഗുഡ് വില്ലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ്, മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ value of goodwill of a firm. Once again, first one location, second one nature of business, third one efficiency of business, fourth one time factor and market situation, and last one special advantages. ഇനി എന്താണ്, എപ്പോഴൊക്കെയാണ് ഗുഡ് വിൽ മാത്തമാറ്റിക്കലി വാല്യൂ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ മാത്തമാറ്റിക്കലി വാല്യൂ ചെയ്യേണ്ടത്? തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച ടോപ്പിക്ക് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം എന്നുള്ളതാണ്. തിയററ്റിക്കലി വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനേഷന് പല വർഷങ്ങളും ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. അതല്ലെങ്കിൽ ഈ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഗുഡ് വിൽ ഓഫ് എ ഫേം ഈസ് ടു ബി മാത്തമാറ്റിക്കലി വാല്യൂഡ്. എപ്പോഴൊക്കെയാണ് ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ മാത്തമാറ്റിക്കലി വാല്യൂ ചെയ്യേണ്ടി വരുന്നത്? ദ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം. Usually, the need for valuation of goodwill of a firm arises at the time of sale of a business. ഒരു ബിസിനസ് യൂണിറ്റ് മറ്റൊരു ബിസിനസ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പന നടക്കുമ്പോൾ, സെയിൽ ഓഫ് എ ബിസിനസ്, മറ്റൊരാൾക്ക് നമ്മുടെ ബിസിനസ് യൂണിറ്റ് കൈമാറുന്നു, വിറ്റ് മാറുകയാണെങ്കിൽ ആ സമയത്താണ് ഫേമിൻ്റെ ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടി വരുന്നത് സാധാരണഗതിയിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം, നമ്മളിപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്, പഠിക്കുന്നത്.
ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ദ നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ അറൈസസ് ഓൺ ദ ഫോളോവിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ് ഫേമിൻ്റെ ഗുഡ് വിൽ എന്ത് ചെയ്യേണ്ടത്, മാത്തമാറ്റിക്കലി വാല്യൂ ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഏതൊക്കെയാണ് സാഹചര്യങ്ങൾ നോക്കാം. ഒന്ന്, വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിനിടയിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വെച്ച്, ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ തുടക്കത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഡേറ്റ് വെച്ചോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നു. വേറെ കാരണങ്ങളൊന്നുമില്ല. നിലവിൽ ഈക്വൽ ആയിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് തുല്യമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഇപ്പോൾ അൺഈക്വൽ ആയിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആക്കി മാറ്റുകയോ ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ഡേറ്റ് വെച്ച്. അപ്പോൾ ചില പാർട്ട്നേഴ്സിന് ലാഭവും ചില പാർട്ട്നേഴ്സിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഗുഡ് വിൽ വാല്യൂ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാക്രിഫൈസ് വന്ന പാർട്ണർക്ക് കോൺട്രിബ്യൂഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഗെയിൻ വന്ന പാർട്ണറാണ് സാക്രിഫൈസ് വന്ന പാർട്ണർക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നത്, കോമ്പൻസേഷൻ നൽകുന്നത്. അത് ആ ഗുഡ് വില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ പാർട്ട്നേഴ്സ്, ഫേംസ് ഗുഡ് വിൽ ഈസ് ടു ബി വാല്യൂഡ്. ആ സാഹചര്യങ്ങളിൽ ഫേമിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്യണം. അതുപോലെ പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും ഏത് തരം മെത്തേഡ് ഓഫ് ഗുഡ് വില്ലാണ് ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന്. ആ മെത്തേഡ് അനുസരിച്ചാണ് വാല്യുവേഷൻ. മെത്തേഡ് നമ്മൾ അടുത്ത ടോപ്പിക്കിലാണ് പഠിക്കുക. രണ്ടാമതായി, ദ സെക്കൻഡ് സിറ്റുവേഷൻ, അനദർ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ റൈസസ് വെൻ ദർ ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഫേമിലേക്ക് ഒരു പുതിയ പാർട്ണർ വരികയാണെങ്കിൽ, പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഫേമിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്യണം. കാരണം പുതിയ പാർട്ണർക്ക് നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് നൽകുന്നുണ്ട്, പഴയ പാർട്ണേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അതിനാണ് സാക്രിഫൈസ് എന്ന് പറയുക. സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സാക്രിഫൈസിന് തുല്യമായിട്ട് പുതിയ പാർട്ണർ ഫേമിൻ്റെ ഗുഡ് വിൽ അയാളുടെ റേഷ്യോയ്ക്ക് തുല്യമായിട്ട്, അയാളുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ് അല്ലെങ്കിൽ അയാൾക്ക് നൽകുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിന് തുല്യമായിട്ട് ഫേമിൻ്റെ ഗുഡ് വില്ലിൻ്റെ അത്രയും എമൗണ്ട് അയാൾ കൊണ്ടുവരികയും അത് സാക്രിഫൈസ് ഉള്ള പാർട്ട്നേഴ്സിന് ആ റേഷ്യോയ്ക്ക് അനുസരിച്ച് നൽകുകയും ചെയ്യുന്നു. സോ ആ സമയത്ത് ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ടതാണ്. സോ വെൻ ദർ ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, ഗുഡ് വിൽ ഈസ് ടു ബി വാല്യൂഡ്. ദ തേർഡ് വൺ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. നിലവിലിരിക്കുന്ന ഒരു പാർട്ണർ പിരിഞ്ഞു പോകുന്നു, ഫേമിൽ നിന്ന് മറ്റ് പാർട്ട്നേഴ്സിൻ്റെ സമ്മതപ്രകാരം എന്നാണ് പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അയാൾക്ക് ഫേമിൽ നിന്ന് കിട്ടേണ്ട തുക എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതേ സമയത്ത് പിരിഞ്ഞു പോകുന്ന സമയത്ത് കുറേ കാലം അയാൾ ഫേമിൽ വർക്ക് ചെയ്താണ് പാർട്ണറായിട്ട്. അയാളുടെ കൂടെ വർക്കിൻ്റെയും എഫേർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫേമിന് ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കുന്നത്, ഗുഡ് വിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് തുല്യമായ എമൗണ്ട് ഗുഡ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് നൽകേണ്ടതാണ്. കാരണം പിന്നീട് അങ്ങോട്ട് അയാൾക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കില്ല. ഫേമിൻ്റെ ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാവാൻ കാരണം ഇയാളുടെ വർക്ക് കൂടിയാണ്. അപ്പോൾ അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇൻ ദ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഫേംസ് ഗുഡ് വിൽ ഈസ് ടു ബി വാല്യൂഡ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ പെട്ടെന്ന് ആകസ്മികമായി മരിക്കുന്നു. മരണം സംഭവിക്കുമ്പോഴും ഡെത്ത് ഓഫ് എ പാർട്ണർ ആണെങ്കിലും റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ ആണെങ്കിലും ഗുഡ് വിൽ വാല്യൂ ചെയ്യുകയും അയാൾക്ക് അയാളുടെ മരണമാണ് സംഭവിച്ചതെങ്കിൽ അനന്തരാവകാശിക്ക്, ലീഗൽ ഹെയേഴ്സിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനാണ് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കൈമാറേണ്ടത്. ഗുഡ് വിൽ മുഴുവനുമല്ല, അവരുടെ ഷെയർ മാത്രമാണ് കൈമാറുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് കാൽക്കുലേഷൻ്റെ കൂടെ വരും. ഡെത്ത് ഓഫ് എ പാർട്ണറുടെ കേസിലും ഗുഡ് വിൽ വാല്യൂ ചെയ്യണമെന്നർത്ഥം. നെക്സ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഇൻക്ലൂഡിംഗ് സെയിൽ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് വിൽക്കുന്നു, ഒരു ഫേം വിൽക്കുന്നു, മറ്റൊരു ഫേമിലേക്കോ മറ്റൊരു കമ്പനിക്കോ ഫേം വിൽക്കുകയോ അല്ലെങ്കിൽ ഫേം ഡിസോൾവ് ചെയ്യപ്പെടുന്നു, ബിസിനസ് അവസാനിപ്പിക്കുന്നു, ഫേമിൻ്റെ ഡിസൊല്യൂഷൻ. എന്നേക്കുമായി പാർട്ണർഷിപ്പ് ബിസിനസ് അവസാനിപ്പിക്കുന്നതാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഫേം ഡിസൊല്യൂഷൻ നടത്തുന്ന സമയത്തും ഗുഡ് വിൽ വാല്യൂ ചെയ്യാം. അല്ലെങ്കിൽ സെയിൽ ഓഫ് ബിസിനസ് ആണെങ്കിലും ഒരു ബിസിനസ്, പാർട്ണർഷിപ്പ് ബിസിനസ് മറ്റൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റൊരു പ്രൈവറ്റ് പാർട്ടിക്കോ വിൽക്കുകയാണെങ്കിലും അപ്പോഴും ഫേമിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, അമാൽഗമേഷൻ ഓഫ് ടു ഫേംസ്. രണ്ട് പാർട്ണർഷിപ്പ് ഫേമുകൾ കൂടി ചേർന്ന് ഒരൊറ്റ പാർട്ണർഷിപ്പ് ഫേമായി മാറുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം, അപ്പോൾ ഈ 6 സിറ്റുവേഷൻസിലാണ് ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ മാത്തമാറ്റിക്കലി വാല്യൂ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സിറ്റുവേഷൻ, ചേഞ്ച് ഇൻ വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ പാർട്ണേഴ്സ്. സെക്കൻഡ് വൺ ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. തേർഡ് വൺ ഈസ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. ഫോർത്ത് വൺ ഈസ് ഡെത്ത് ഓഫ് എ പാർട്ണർ. And fifth one, dissolution of firm including sale of business. And the sixth one, amalgamation of two firms. Then what are the methods of valuation of goodwill? ഏതൊക്കെയാണ് ഫേമിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാനുള്ള മെത്തേഡ്സ്? മാത്തമാറ്റിക്കലി ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ദ കോമൺലി യൂസ്ഡ് മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആർ ലിസ്റ്റഡ് ബിലോ. സാധാരണഗതിയിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ പേര് പരാമർശിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണക്കായിട്ട് പഠിക്കാനുള്ളതാണ്. ഓരോന്ന് പ്രോബ്ലം വൈസ് ആയിട്ട് പഠിക്കണം. നമ്പർ 1, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. തേർഡ് വൺ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഫോർത്ത് വൺ, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ തന്നെ 2 മെത്തേഡുണ്ട്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും അതുപോലെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും. ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഒരു പ്രോബ്ലം അതിലെ 2 മെത്തേഡിൽ അപ്ലൈ ചെയ്താൽ സെയിം എമൗണ്ട് ഓഫ് ഗുഡ് വില്ലാണ് നമുക്ക് ലഭിക്കുക. ഇനി 5ാമതൊരു മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല. പ്രസൻറ്റ് വാല്യൂ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണത്.
അത് നമുക്കിപ്പോൾ സിലബസ് പ്രകാരം പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട ഈ 4 മെത്തേഡ്സ്, അതായത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അരിത്മെറ്റിക് മീൻ പഠിച്ചിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ സിമിലറായിട്ട് കാൽക്കുലേഷൻ അതിലൂടെ പോയിട്ടാണ് ആ രൂപത്തിലുള്ള കാൽക്കുലേഷനാണ് വരുന്നത്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അതുപോലെ നേരത്തെ തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗുഡ്വിൽ കാൽക്കുലേഷനാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ദെൻ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂ, ഈ രൂപത്തിലുള്ള മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. 4 വൺ ബൈ വൺ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പെട്ട വിദ്യാർത്ഥികളെ, +2 അക്കൗണ്ടൻസിയുടെ 3ാമത്തെ ചാപ്റ്ററിലെ ഗുഡ്വിൽ എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ആണ് പഠിച്ചത്. അതിൽ കുറേ കണക്കുകളൊക്കെ ചെയ്യുകയുണ്ടായി. ഈ ടോപ്പിക്കിൽ ഗുഡ്വിൽ എന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ, നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ തിയറട്ടിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ തിയറട്ടിക്കലി പലപ്പോഴും ചോദിക്കുന്നതാണ്. പല വർഷങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ മെത്തേഡ്സിൻ്റെ കാൽക്കുലേഷൻ അടങ്ങുന്ന പ്രോബ്ലംസ് അടങ്ങുന്ന ക്ലാസ് അടുത്ത ഒരു വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.